ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 3.70 ലക്ഷം വോട്ടർമാരിൽ 65% വോട്ടുകൾ രേഖപ്പെടുത്തി. എന്നാൽ അതിൽ ക്രമക്കേട് ഉണ്ട് എന്ന് തുറന്നു കാണിക്കുകയാണ് അഖിലേഷ് യാദവ്. ആകെ 10 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടെങ്കിലും പ്രധാന മത്സരം സമാജ്വാദ് പാർട്ടിയുടെ അജിത് പ്രസാദും ബിജെപിയുടെ ചന്ദ്രപ്രസ്വാനും തമ്മിലായിരുന്നു. വോട്ടർമാരുടെ ID കാർഡുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെന്ന് അഖിലേഷ് യാദവിന്റെ ആരോപണമാണ് ഇപ്പോൾ. ये बीजेपी का चुनाव लड़ने का तरीका है। चुनाव आयोग मर गया है। सफेद कपड़ा जो होता है वो हमें भेंट करना पड़ेगा। ഉത്തർപ്രദേശ് സർക്കാരിന് തലവേദന ഉണ്ടാക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നീക്കം ചെയ്യാൻ ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നടപടിയെടുക്കണമെന്നും തന്നെ എക്സ് പോസ്റ്റിലൂടെ അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ സീറ്റിൽ ഞെട്ടിപ്പിക്കുന്ന തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം ഫൈസാബാദിലെ നിർണായക നിയമസഭാ മണ്ഡലമായ മിൽക്കിപൂരിൽ BJP പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന അഭിമാന പോരാട്ടമായി മാറിയിരിക്കുകയാണ്. തോൽവിക്ക് പ്രതികാരം ചെയ്യാൻ പാർട്ടി വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫൈസാബാദിൽ നിന്നും വിജയിച്ചതിനെ തുടർന്ന് സമാജ്വാദ് പാർട്ടി MP അവധേഷ് പ്രസാദ് സീറ്റ് ഒഴിഞ്ഞതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. അഭിമാനം നിലനിർത്താൻ മാത്രമല്ല മേഖലയിൽ സ്വാധീനം ശക്തിപ്പെടുത്താനും ഈ സീറ്റ് തിരിച്ചുപിടിക്കാൻ BJP ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. BJPയും SP-യും തമ്മിലുള്ള ശക്തി പരീക്ഷണമായി മത്സരം മാറിയിരിക്കുന്നു. ഇരു പാർട്ടികളും വിജയിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണ്. പട്ടികജാതി സംവരണ മണ്ഡലത്തിലെ 3,70,829 വോട്ടർമാരാണ് മത്സര രംഗത്തുള്ളത്. അതേസമയം പ്രധാന മത്സരം സമാജ്വാദ് പാർട്ടിയുടെ അജിത് പ്രസാദും BJPയുടെ ചന്ദ്രപ്രസ്വാനും തമ്മിലായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയിലും BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രീതി തെറ്റാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരിച്ചുവെന്നും നമ്മൾ അവർക്ക് വെള്ളത്തുണി സമ്മാനമായി നൽകേണ്ടി വരുമെന്നാണ് അഖിലേഷ് യാദവ് തുറന്നു പറയുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം.